ഇല്ല, എല്ലാവരും അവനവന്റെ ഫോൺ എടുക്കുന്നു, ഓരോ തലക്കലായിട്ട് ഓരോ മൂലകളിലായിട്ട് അവർ നിൽക്കുന്നു, അതിൽ മുഴുകുന്നു. അതാണ് സംഭവിക്കുന്നത്. പക്ഷെ ആ വീടുകളിലുള്ള അമ്മയും അച്ഛനും എന്താ പറയുന്നത്, വലിയ ഉമ്മയും ഉപ്പയും എന്താ പറയുന്നത്, അവര് വരുന്നുണ്ട്, പക്ഷെ ഒരു ഇത്തിരി സമയം പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാ പറയണത്. അപ്പൊ ആ പേരക്കുട്ടികളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? മക്കൾ ഇത് കണ്ടിട്ടല്ല വളരുന്നത്. ഇനി വരുന്ന തലമുറ അല്ലെ, സ്നേഹം കിട്ടാതെ വരരുത്, ഒരിക്കലും വരരുത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ കുറച്ച് സമയം നമ്മൾ, അതായത് അവരുടെ ഭാഗങ്ങൾ നമ്മൾ കേൾക്കാൻ ഒരു സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നാളെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഗതി അല്ലെ, ചെറിയ വാക്ക് തർക്കത്തിന്റെ പേരിലോ ചെറിയ വിട്ടുവീഴ്ചകൾ ഇല്ലാത്തതിന്റെ പേരിലൊക്കെയാണ് ഇന്ന് നമ്മൾ ഓരോ വൃദ്ധസദനങ്ങളിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നത്. അവർക്ക് സ്വന്തം ഇഷ്ടപ്പെട്ടിട്ടാണ് വൃദ്ധസദനത്തിലേക്ക് വരുന്നത്? അല്ല, സാഹചര്യങ്ങൾ കൊണ്ട്. മക്കളും അല്ലെങ്കിൽ വീട്ടകങ്ങളിലുള്ള, അതായത് ഉമ്മ ഉപ്പ അല്ലെങ്കിൽ മക്കൾ തമ്മിൽ ചെറിയൊരു അടിപിടി കേസ്. ഇപ്പൊ നമ്മൾ കേട്ടു, അച്ഛനെ മകൻ തലക്കടിച്ചു കൊണ്ടു, അല്ലെങ്കിൽ മകനെ അച്ഛൻ ചെയ്തു അല്ലെ. അങ്ങനെയൊക്കെ കേൾക്കുന്ന കാലത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. എന്ത് ആ സ്നേഹം എവിടെ പോയി? നമ്മൾ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന സമയത്ത് പണത്തിന്റെ പിന്നാലെയാണ് പോകുന്നത് അല്ലെ. പണം മനസ്സമാധാനമുള്ള സംഗതിയാണോ? പണം ആവശ്യത്തിന് വേണം അല്ലെ. ഒരുപാട് കയ്യിൽ പണം ആയാലും എന്തൊരു സാധനമായാലും അധികം കൂടുതലായി കഴിഞ്ഞാൽ അമൃതം വിഷാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആവശ്യത്തിന് വേണം. മനസ്സമാധാനമാണ് നമുക്ക് ആദ്യം വേണ്ടത്. ആ മനസ്സമാധാനം ഇല്ലെങ്കിൽ എത്ര പണം നമുക്ക് ഉണ്ടായിട്ടും കാര്യമുണ്ടോ? ഇല്ല, കാര്യമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ചുരുക്കി പറഞ്ഞു, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സിദ്ദീഖ ഇവിടെ 32ഓളം മെമ്പേഴ്സ് ഉണ്ട് ഇപ്പൊ നിലവിൽ ഇവിടെ. അതോടൊപ്പം തന്നെ 85 ആളുകൾ അല്ലെ, 85 ആളുകൾ അവർ സ്വന്തം ആ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ അവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് അവരെ വിളിച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട്, ബാക്കി കുറെ പരാജിതമായിട്ട്, അതായത് സംസാരിക്കുന്നതിൽ അവർക്ക് താല്പര്യം വരുന്നില്ല, ഏത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് ഇഷ്ടം വരുന്നില്ല. അപ്പൊ എന്താണ്, സ്വന്തം അച്ഛനാണ്, അല്ലെങ്കിൽ സ്വന്തം നമ്മൾ ചെറുപ്പത്തിൽ അല്ലെ ഉമ്മയായാലും ഉപ്പയായാലും അത്രയും വാത്സല്യത്തോടെ നോക്കി വളർത്തിയ മക്കളാണ് ആ കയ്യും പിടിച്ചിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ട് ആക്കുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ച് ഇവര് തെരുവാലയങ്ങളിൽ നിന്നും എന്താക്കാണ്, അവര് ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് സ്വന്തം ആളെ പോലെ കൊണ്ടുവന്ന് ഇവിടെ പരിചരിക്കുക ചെയ്യുന്നത്. അത്രയും ആ സിദ്ദീഖാക്കന്റെ ആ മനസ്സിനെ നമ്മൾ വലുതാക്കി തന്നെ കാണേണ്ടതാണ്, അറിയേണ്ടതാണ്. ഇങ്ങനെ ഒരാളെ, സിദ്ദീഖ എന്ന് പറഞ്ഞ ഒരാള് ഒരു ചില്ലറക്കാരനല്ല. കാരണം അയാളുടെ മനസ്സ് എന്ന് പറഞ്ഞത് അത്രയും വലുതാണ്. അങ്ങനെ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത്. കാരണം അതില്ലാത്തതിന്റെ പേരിൽ, സ്നേഹം ഇല്ലാത്തതിന്റെ പേരിലാണ് ഇന്ന് ഇവരിങ്ങനെ നിൽക്കേണ്ടി വരുന്നത് അല്ലെ. അപ്പൊ എന്തായാലും ഈ ഒരു പരിപാടിയിലേക്ക് എനിക്ക് വരാൻ സാധിച്ചതിലും നമ്മുടെ ഹനീഫൊക്കെ വിളിക്കുന്ന സമയത്തൊക്കെ എത്താൻ പറ്റുമോ എന്നുള്ളൊരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് രാവിലെ സ്കൂളിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്റർവ്യൂ പോസ്റ്റിലേക്ക് ഉള്ളതുകൊണ്ട് അവിടുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. പിന്നെ നമ്മുടെ ചെയർപേഴ്സൺ ആയിരുന്നു ഇതിന്റെ ഉദ്ഘാടകൻ. പക്ഷെ ബൈ ചാൻസ് ഇന്ന് ചെയർപേഴ്സണ് തിരുവനന്തപുരം പോകേണ്ടി വന്ന്, അപ്പോൾ അതും അവർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയണം. എന്തായാലും ഈ ഒരു സ്നേഹക്കൂട്ടായ്മ, കൈനീട്ടം സ്നേഹക്കൂട്ടായ്മ, ഞാൻ ഒരു 5 മിനിറ്റിന്റെ പ്രസംഗത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി. നിങ്ങൾ സീഗോയിൽ വെച്ച് നിങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞു, അന്ന് തൊട്ട് നിങ്ങൾ ഒരു പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ മേഖലകളിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ അധ്യക്ഷൻ പറഞ്ഞു. എന്തുകൊണ്ടും